കഴിഞ്ഞ ദിവസം പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫേസ്ബുക്കിൽ കൂടെ വന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു 48 വയസ്സുള്ള ഒരു അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാരണം ചെറുതായിട്ട് ഇറക്ഷൻ ഇച്ചിരി കുറവാണ്, പിന്നെ താല്പര്യം കുറവ്. അതാണ് മെയിനായിട്ട് കാര്യം. പൊതുവെ ഈ സെക്ഷൽ കാര്യങ്ങൾക്ക് താല്പര്യം കുറവ്. അപ്പോൾ അതിങ്ങനെ ടെസ്റ്റ് ചെയ്തു. പുള്ളിയെ ബാക്കി ടെസ്റ്റുകളൊക്കെ സാധാരണ ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ 2 വശത്തും ഹൈഡ്രോസീലുണ്ട്. ഒരുവിധം വലുതായിട്ടുള്ള ടെൻസ് ഹൈഡ്രോസീൽ അത് 2 വശത്തും ഉണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് വളരെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഞാനന്ന് ഡോക്ടറെ കാണിച്ചു, പക്ഷേ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനൊരു സിംറ്റം നോട്ടീസ് ചെയ്തത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഞങ്ങൾ ബാക്കി അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പം 2 വശത്തും ഹൈഡ്രോസീലുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, ടെസ്റ്റീസിൻ്റെ സൈസ് രണ്ടും വളരെ കുറഞ്ഞിരിക്കുക. അത് ഏകദേശം ഒരു അട്രോഫിക് ടെസ്റ്റീസ് പോലെ ഏകദേശം നമുക്ക് പറയാം. തീരെ സൈസ് കുറഞ്ഞ 2 ടെസ്റ്റീസാണ്. അപ്പോൾ നോക്കിയപ്പോഴും അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവലൊക്കെ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഇതൊരു കാരണമാകാം. ഈ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലോസ് ഓഫ് ലിബിഡോയുടെ ഒരു കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയും. അതിൻ്റെ കാരണം ചിലപ്പോൾ ഈ ടെസ്റ്റീസിൻ്റെ സൈസ് കുറഞ്ഞതുകൊണ്ട് അതിൽ നിന്നുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ കുറഞ്ഞതാകാനുള്ളൊരു സാധ്യതയുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ റിസൾട്ട് അങ്ങനെ കുറവായി കാണുകയും ചെയ്തു. അത് പറയാനുള്ള കാരണം, ഹൈഡ്രോസീൽ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ഹൈഡ്രോസീലോ അല്ലെ ഈ നല്ല ടെൻഷൻ നല്ല ഹാർഡായിട്ടിരിക്കുന്ന ഹൈഡ്രോസീലൊക്കെ ചിലപ്പോഴേ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആ പ്രഷർ ഇഫക്റ്റ് കൊണ്ട് ഈ ടെസ്റ്റീസിൻ്റെ ടിഷ്യൂസൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ആ പ്രഷർ ഇഫക്റ്റ് വന്നിട്ട് ഈ ടെസ്റ്റീസൽ വരും. ടെസ്റ്റീസൽ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ വോളുമായിട്ട് പ്രസ് ചെയ്യുമ്പം അതിൻ്റെ രക്തോട്ടം കുറയുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനം കുറയും. അതൊരു ഏകദേശം ഒരു അട്രോഫി പോലെ വരും. പല ഈ ഹൈഡ്രോസീലും പ്രായമായി കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റീസ് ഓൾമോസ്റ്റ് വളരെ ചെറുതായിട്ടൊരു പീനട്ട് പോലുള്ള ചെറിയ ടെസ്റ്റീസ് കാണാറുണ്ട്. പക്ഷേ ഈ ഏജ് ഗ്രൂപ്പ് 46-48 വയസ്സൊക്കെ ഉള്ള ആയതുകൊണ്ട് ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് പുള്ളിയുടെ സെക്ഷൽ പ്രവർത്തനത്തെ കുറച്ച് ബാധിച്ചു. ഇങ്ങനെയുള്ള വരുമ്പോൾ എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഹൈഡ്രോസീൽ നമ്മൾ ആ സമയത്ത്, അതായത് ഈ അട്രോഫി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ ഇഫക്റ്റ് മാറുകയും ചെയ്യും, ഈ ടെസ്റ്റീസിന് ഡാമേജ് കുറയുകയും ചെയ്യും. പിന്നെ കുറച്ചുകൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പാണ് ഇങ്ങനെ ഹൈഡ്രോസീലുണ്ട്, അതും കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടെസ്റ്റീസിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ എന്നെ പറ്റുമെന്ന് വെച്ചാൽ ബീജത്തിൻ്റെ അളവ് കുറയുമ്പോൾ പിന്നെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരുണ്ടാകാനായിട്ടുള്ള താമസങ്ങളോ അല്ലെ തടസ്സങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് ഹൈഡ്രോസീലാണേലും വളരെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അത് ആവശ്യമെന്ന് കണ്ടാൽ ഡോക്ടറെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോക്കി ഡോക്ടറെ കണ്ടിട്ട് അത് നമ്മുടെ ബാക്കി കാര്യങ്ങളെ ബാധിക്കുന്നു, പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് കണ്ടാൽ അത് നിശ്ചയമായിട്ടും ഓപ്പറേഷൻ ചെയ്യണം. ഹൈഡ്രോസീൽ ഇങ്ങനെയുള്ളവർക്ക് ബൈലാറ്ററൽ പ്രത്യേകിച്ചും ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.